ഹായ് ഫ്രണ്ട്സ്, ഞാൻ ബ്ലൂഡോൾ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഡ്രീം ക്യാച്ചറുകളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം, ഒപ്പം ഒരു കുഞ്ഞു ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ വീഡിയോ കാണാം. ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ ഡ്രീം ക്യാച്ചറുകൾ ഒരു അലങ്കാര വസ്തുവായി ഉപയോഗിക്കാറുണ്ട്. എന്നാൽ അതിൻ്റെ പിന്നിൽ ചില വിശ്വാസങ്ങളുമുണ്ട്. ഉത്തര അമേരിക്കയിലെ ഒജിബെ വിഭാഗക്കാർക്ക് ഡ്രീം ക്യാച്ചറുകൾ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. കുഞ്ഞുങ്ങളുടെ തൊട്ടിലിൻ്റെ മുകളിലായിട്ടാണ് അവർ ഈ ഡ്രീം ക്യാച്ചറുകൾ തൂക്കിപ്പോന്നിരുന്നത്. അതുമാത്രമല്ല, ഈ ഡ്രീം ക്യാച്ചറിൻ്റെ ഓരോ ഭാഗത്തിനും ഓരോരോ അർത്ഥങ്ങളുമുണ്ട്. വട്ടത്തിലുള്ള ഫ്രെയിം സൂചിപ്പിക്കുന്നത് ജീവിതത്തെയാണ്, അതായത് ഒരിക്കലും അവസാനിക്കാത്ത ജീവിതത്തിൻ്റെ ചക്രത്തെ, ദ സർക്കിൾ ഓഫ് ലൈഫ് എന്നാണ് അത് അറിയപ്പെടുന്നത്. വട്ടത്തിന് നടുവിലെ വല ചിലന്തിയെ സൂചിപ്പിക്കുന്നു. ഒജിബെ സംസ്കാരത്തിന് അനുസരിച്ച് ചിലന്തികൾ അവർക്ക് സംരക്ഷകരാണ്. നല്ല സ്വപ്നങ്ങളെ കടത്തിവിടാനാണ് ചിലന്തി വലയുടെ മാതൃകയിൽ ഡ്രീം ക്യാച്ചറിനുള്ളിൽ വലകൾ നെയ്യുന്നത്. ഡ്രീം ക്യാച്ചറുകൾക്ക് നടുവിലായി ഒരു ഹോൾ ഇടാറുണ്ട്. നല്ല സ്വപ്നങ്ങൾക്ക് കടന്നു പോകാനാണ് ഈ ഹോൾ ഇടുന്നതെന്നാണ് പറയപ്പെടുന്നത്. നല്ല സ്വപ്നങ്ങളെ കടത്തിവിട്ട് അത് ഉറങ്ങിക്കിടക്കുന്നവരറിയാതെ സുഖമായി അവരിലെത്താൻ വേണ്ടിയിട്ടാണ് അതിൽ തൂവലുകൾ ഘടിപ്പിക്കുന്നത്. വലകളിൽ തങ്ങി നിൽക്കുന്ന ദുസ്വപ്നങ്ങളാകട്ടെ പുലർച്ചെ സൂര്യനുദിക്കുമ്പോൾ അതിൻ്റെ രശ്മികളേറ്റ് നശിച്ചു പോകും എന്നും അവരുടെ വിശ്വാസത്തിൽ പറയുന്നു. യഥാർത്ഥ ഡ്രീം ക്യാച്ചറുകൾ ഉണ്ടാക്കാൻ മരച്ചില്ലകൾ, പക്ഷിത്തൂവലുകൾ, മൃഗത്തൊലി അങ്ങനെ വിവിധ സാധനങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ഡ്രീം ക്യാച്ചറുകളുടെ ചുറ്റുകൾക്കും പ്രത്യേകതകളുണ്ട്. 13 പോയിന്റ്, 8 പോയിന്റ്, 5 പോയിന്റ് അങ്ങനെ വിവിധ രീതിയിൽ ഡ്രീം ക്യാച്ചറുകൾ ചുറ്റിയെടുക്കാറുണ്ട്. അതിനനുസരിച്ച് തന്നെ അതിൻ്റെ ഉപയോഗവും വ്യത്യസ്തമായിരിക്കും. എന്തൊക്കെ പറഞ്ഞാലും വിവിധ നിറങ്ങളിലുള്ള ഡ്രീം ക്യാച്ചറുകൾ കാണാനൊരു അലങ്കാരം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ വീടുകളിലും ഒരു അലങ്കാര വസ്തുവായി ഇന്ന് ഡ്രീം ക്യാച്ചറുകൾ മാറുന്നത്. ഞാനിതൊരു കുഞ്ഞു ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുപോലെ ഒരു ചെറിയ വളയും എംബ്രോയിഡറി നൂലും എടുക്കാം. എന്നിട്ട് വളയിൽ നൂല് ചുറ്റിക്കൊടുക്കുക. നൂല് ഏതാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നൂലെടുത്തിട്ട് ചുറ്റിക്കൊടുക്കുക. ഇതുപോലെ ചുറ്റിയെടുക്കുക. ഇനി നൂല് വരിഞ്ഞെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാനൊരു വലിയ വളയത്തിൽ കാണിച്ചു തരാം, അതാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. അപ്പോൾ ഇതുപോലെ ഒരു കെട്ടിട്ട് കൊടുത്തതിന് ശേഷം നിങ്ങളതിലെ ഞാൻ ഈ കാണിക്കുന്ന പോലെ ചുറ്റിയെടുക്കുക. ഇത് വളരെ എളുപ്പമാണ്. നമ്മൾ ആ കെട്ടിട്ട് കൊടുക്കുന്ന മാത്രം ഒന്ന് സൂക്ഷിച്ച് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ബാക്കി കെട്ടുകൾ നമുക്ക് അതേ പാറ്റേണിൽ തന്നെ ഇട്ട് പോവാം. അപ്പോൾ നൂല് പകുതിക്ക് വെച്ച് തീർന്നു പോയാലും ഈ പാറ്റേണിൽ തന്നെ ബാക്കി നൂല് വെച്ചിട്ട് നമ്മൾ ചുറ്റിയെടുക്കണം. ചെറിയ ഡ്രീം ക്യാച്ചർ ആകുമ്പോൾ നമുക്ക് സൂചിയും നൂലും ഉപയോഗിച്ച് പെട്ടെന്ന് നമുക്കിതുപോലെ ഒന്ന് വരിഞ്ഞെടുക്കാം. ഇതിപ്പോൾ ഞാൻ കുഞ്ഞു ഡ്രീം ക്യാച്ചറിൽ ചെയ്തെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ആ ചുറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, ഞാൻ പകുതിക്ക് വെച്ച് നിർത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മുത്തുകൾ വെച്ചിട്ട് നമുക്ക് ഈ ഡ്രീം ക്യാച്ചറിനെ ഒന്ന് അലങ്കരിച്ചെടുക്കാം. അപ്പം ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കുക. ബാക്കി വന്ന നൂലിൽ മുത്ത് കയറ്റിയതിന് ശേഷം ഇതുപോലെ ഞാനിതിവിടെ കെട്ടിയിടുകയാണ്. കെട്ടിയതിന് ശേഷം വരുന്ന പിന്നെയും നൂല് ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ വീണ്ടും ഡ്രീം ക്യാച്ചറിൻ്റെ താഴോട്ടുള്ള ഹാങ്ങിങ് ഞാൻ തൂക്കിയിടാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് മുത്തുകൾ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. നൂലിൻ്റെ അറ്റത്ത് ഞാൻ ഇതുപോലെ കെട്ടിയിട്ടു. നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നൂലെടുത്തിട്ട് മുത്ത് കോർത്ത് നിങ്ങൾക്ക് കെട്ടിയിട്ടാലും മതി. കുറച്ചുകൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറെ 2 നൂലിലും ഇതുപോലെ മുത്ത് കോർത്ത് ഞാൻ ഇതിൻ്റെ അറ്റത്ത് കെട്ടിയിട്ടിരിക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. കണ്ടോ? അപ്പോൾ കുറച്ചുകൂടെ ഭംഗിയുണ്ട്. നമ്മുടെ കളറിന് അനുസരിച്ചുള്ള 2 ഡിഫറെൻറ്റ് കളേഴ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മജന്തയോടൊപ്പം നീല കളറാണ് ഞാൻ മിക്സ് ചെയ്തിരിക്കുന്നത്. കണ്ടോ? ഇത് നമുക്ക് എവിടെ വേണോ തൂക്കിയിടാം. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കാറിനുള്ളിൽ തൂക്കിയിടാം, അല്ലെങ്കിൽ വീട്ടിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ജനലിൻ്റെ അറ്റത്തൊക്കെ നമുക്കിത് കെട്ടിയിട്ടാൽ നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതിനോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ ഫ്രണ്ട്സ്.